പ്രമേഹമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അമിതവണ്ണമുണ്ട്, വണ്ണം കുറയ്ക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ആഹാരം കഴിക്കാം. ഒരുപാട് പൈസ കൊടുത്ത് നിങ്ങൾ എന്തെങ്കിലും ഷെയ്ക്ക് ഒക്കെ മേടിച്ച് കുടിക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ ആഹാരം കഴിക്കാവുന്നതാണ്. ഇത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സമീകൃത ആഹാരം. ഇത് കണ്ടോ, 2 ഇഡലി ഞാൻ എടുത്തിട്ടുണ്ട്. സാമ്പാർ, കത്രിക്ക, മുട്ട. അപ്പോൾ ഇഡലി 2 ഇഡലി കഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് മതി നമ്മളുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അത് ആവശ്യത്തിനുള്ളതായി. ഇനി സാമ്പാർ കഴിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് പ്രോട്ടീൻ, പരിപ്പുണ്ട്, അതുപോലെ വെജിറ്റബിൾസിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വൈറ്റമിൻസ് ഒക്കെ കിട്ടും. ഈ കത്രിക്ക നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് കുക്ക് ചെയ്യാത്തതാണ്, അപ്പോൾ ഇതിൽ നിന്ന് ധാരാളം നാരുകൾ നമുക്ക് കിട്ടും. ഈ നാരുകൾ നമ്മൾ ഈ കഴിക്കുന്ന ഇഡലിയുടെ അകത്തുള്ള ഷുഗർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, നമ്മുടെ രക്തത്തിലേക്ക് പെട്ടെന്ന് കയറുന്നതിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവില്ല ബ്ലഡിൽ. മുട്ട നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. അതുപോലെ തന്നെ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ആഹാരം കഴിച്ചു നോക്കുക. നമ്മൾ സാധാരണ നാട്ടിൽ കഴിക്കുന്ന ആഹാരം തന്നെയല്ലേ ഇത്. ഇത് കഴിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്.